ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിലെ മറഞ്ഞിരിക്കുന്ന നിധികളിലൊന്ന് മൂന്നാറിലെ കാന്തല്ലൂരിലുള്ള അറുമ്പുളി വെള്ളച്ചാട്ടം കണ്ടെത്താൻ പോകുന്നു. പശ്ചിമഘട്ടത്തിലെ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ വെള്ളച്ചാട്ടം പ്രകൃതിയുടെ ദാനത്തിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ്. ശാന്തവും സൗന്ദര്യവും സ്പർശിക്കാത്ത മനോഹാരിതയും. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അരുമ്പുളി വെള്ളച്ചാട്ടത്തിൻ്റെ ആകർഷണം നിങ്ങളെ വളരെയധികം സ്വാധീനിക്കും. അതുപോലെ നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരു മറഞ്ഞിരിക്കുന്ന രത്നം. കേരളത്തിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറുമ്പുലി വെള്ളച്ചാട്ടം സാധാരണ വിനോദസഞ്ചാരികൾക്ക് താരതമ്യേന അജ്ഞാതമായി തുടരുന്നു. ഈ ഏകാന്തതയാണ് അതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നത്. മൂന്നാറിനടുത്തുള്ള ഒരു വിചിത്രമായ ഗ്രാമമായ കാന്തല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിൽ ശാന്തമായ വിശ്രമം നൽകുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പഴങ്ങൾക്കും ശീതകാല പച്ചക്കറികൾക്കും പ്രസിദ്ധമായ മനോഹരമായൊരു പ്രദേശമാണ് കാന്തല്ലൂർ. സമാധാനപരമായ ഒരു യാത്രയ്ക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ്. മറയൂരിനടുത്തുള്ള കോവിൽക്കടവാണ് ഈ പ്രദേശത്ത് എല്ലാ സാധനങ്ങളും തന്നെ കിട്ടുന്ന സ്ഥലം. നിങ്ങൾ മൂന്നാർ സന്ദർശിക്കുകയാണോ, ഒരു ദിവസത്തേക്കുള്ള കാഴ്ച ഈ കാന്തല്ലൂർ പ്രദേശത്തുണ്ട്. മറയൂരെ ചന്ദനക്കാടുകൾ കണ്ടു കഴിഞ്ഞ് കാന്തല്ലൂർക്കുള്ള യാത്രയിൽ കരിമ്പനീര് കൊണ്ട് ശർക്കര ഉണ്ടാക്കുന്ന വിവിധ ഇടങ്ങൾ പിന്നിട്ട് ചെല്ലുമ്പോൾ ആദ്യം മുനിയറകൾ, ആനക്കോട്ട പാർക്ക് കാണാം. ഇത് കണ്ടു കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ വഴിയുടെ രണ്ട് വശത്തുമായി നിരവധി ഹോം സ്റ്റേകൾ കാണാം. ഇടതുവശത്ത് കാണുന്ന ഡ്യൂമൗണ്ട് ഹോം സ്റ്റേയുടെ അടുത്താണ് ഈ വെള്ളച്ചാട്ടം. ഡ്യൂമൗണ്ട് ഹോം സ്റ്റേയുടെ അതിരിൽ കൂടി ഒഴുകുന്ന തോട് ക്രോസ് ചെയ്ത് നമ്മളിപ്പോൾ ഡ്യൂമൗണ്ട് ഹോം സ്റ്റേയുടെ അത് സൈഡിലുള്ള തോട് കാണാൻ പോവാണ്. ഡ്യൂമൗണ്ട് ഹോം സ്റ്റേയുടെ അകത്തുനിന്ന് അവിടെ കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് താഴോട്ടുള്ള കൽപ്പാടുകൾ വഴി താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ആ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ തോട് ഒഴുകുന്നത്. നമ്മുടെ സംഘത്തിലുണ്ടായിരുന്ന ഒരാളുടെ ബ്രദർലോയുടെ ആയിരുന്നു ഈ ഹോം സ്റ്റേ. അങ്ങനെയാണ് നമ്മൾ ഈ ഹോം സ്റ്റേയിൽ കയറിയതും. ഈ ഹോം സ്റ്റേയുടെ താഴെയുള്ള നേരെ കാണുന്നതാണ് റോഡിലെ പാലത്തിനടിയിലൂടെ വെള്ളം ഒഴുകി അവിടുന്ന് താഴോട്ട് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് തോട് ഒഴുകുന്നത്. ഇത് റോഡ് ക്രോസ് ചെയ്തിട്ട് മുന്നോട്ട് ഒഴുകുന്നതാണ്. ഇവിടെ നിന്നാണ് താഴോട്ട് വെള്ളം പതിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് താഴത്തെ കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല. പൊതുവെ നമുക്ക് അങ്ങനെ വീഴുന്ന ഒച്ച കേൾക്കാമെന്നുള്ളതല്ലാതെ. ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറി നമ്മൾ താഴോട്ട് മരങ്ങൾ വകഞ്ഞു മാറ്റി, അവിടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോയി മരങ്ങൾ വകഞ്ഞു മാറ്റി താഴോട്ട് ഇറങ്ങി ചെന്നാലേ ഉള്ളൂ വെള്ളം വീഴുന്ന ഭാഗത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ താന്ന് പ്രദേശങ്ങളിൽ കിടക്കുവാണ്. ഈ തോടിൽ തന്നെ വീണ്ടും വെള്ളച്ചാട്ടമുണ്ട്. ഇതാണ് ഒരു സൈഡിലൂടെയുള്ള വെള്ളം താഴോട്ട് വീഴുന്നത്. ഞങ്ങളാരും കുളിക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലല്ലായിരുന്നു. ഇത് മറ്റേ സൈഡ് വഴി വെള്ളം ഒഴുകുന്നത്. ഇത് നല്ല ഫോഴ്സിലാണ് താഴോട്ട് വീഴുന്നത്. ഞങ്ങൾ തോട് ക്രോസ് ചെയ്ത് അങ്ങേ എൻഡിൽ നിന്നും രണ്ട് സൈഡിലെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതാണ് കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ളത്.
ഈ രണ്ട് സ്ഥലത്തും വെള്ളം നല്ല ശക്തിയിൽ താഴോട്ട് പതിക്കുന്നുണ്ട്. നമ്മൾ ഈ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞിട്ട് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേന് മുന്നോട്ട് ചെന്ന് വലത്തേക്ക് പോയാൽ നമുക്ക് ഭ്രമരം പോയിന്റ് കാണാം. ഭ്രമരം സിനിമയിൽ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണെന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെ ഒരു മരത്തിന് മുകളിലൊരു കുടിലും അതിലൊക്കെ നമുക്ക് കയറാനുള്ള പടികളുണ്ട്, അവിടെ കയറാം, അത് കാണാം. അതുപോലെ തന്നെ ഭ്രമരം പോയിന്റിൽ നിന്ന് നോക്കിയാൽ അങ്ങ് താഴ്വാരങ്ങൾ വളരെ മനോഹരമായിട്ട് കിടക്കുന്ന കാണാം. ഒത്തിരി ആൾക്കാർ അവിടെ വന്നിരിക്കുകയും അത് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് ചെന്നാൽ നമുക്ക് ഏതെങ്കിലും കൃഷിയിടത്തിൽ അവിടെയുണ്ട് കൃഷിയിടങ്ങൾ അതിൻ്റെ വരുന്ന വഴിക്കുണ്ട്. അതുകൂടാതെ നമുക്കവിടെ ഒരു കൃഷിയിടത്തിൽ 10 രൂപ 20 രൂപ കൊണ്ടാണ് പ്രവേശന ഫീസ്. നമുക്കവിടെ മുഴുവൻ ഓറഞ്ച്, ആപ്പിൾ, പാഷൻ ഫ്രൂട്ട്, മരത്തക്കാളി, ആത്ത തുടങ്ങിയ മരങ്ങൾ ഇങ്ങനെ കായ്ച്ച് കമ്പോഡിയെന്ന പോലെ അതുപോലെ തന്നെ വിവിധ ഇനം പേരകൾ, അതുപോലെ നല്ല പല മനോഹരമായ പൂക്കൾ ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ആ ഒരു കൃഷിത്തോട്ടം കാണുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു ആകർഷണമാണ്. അത് കാണാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് സമയമുണ്ടെങ്കിൽ ഇവിടുന്ന് വണ്ടികളിൽ ഇവിടെ തന്നെ അടുത്തുള്ള അത് ജീപ്പിൽ പോകണം. ഇതുപോലുള്ള വേറെ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസത്തേന് ഒരു ട്രിപ്പായിട്ട് വേണം നമ്മൾ ഈ ഭാഗത്തേക്ക് വരാൻ. നമുക്ക് മൂന്നാറിൽ നിന്ന് ഏതാണ്ട് 80 കിലോമീറ്ററോളം ഉണ്ട് ഈ ഭാഗത്തേക്ക്. ഇവിടെ താമസിക്കാനാണെങ്കിൽ ഒത്തിരി നമുക്ക് ഹോം സ്റ്റേകളുണ്ട്. ഈ ഹോം സ്റ്റേകളിലൊക്കെ നമ്മൾ വരുന്ന സമയം ഫുഡൊക്കെ നേരത്തെ പറയണം. ഇവരൊക്കെ ഈ കോവിൽക്കടവിൽ ചെന്നാലേ ഉള്ളൂ നമുക്ക് മീറ്റും അങ്ങനെയൊക്കെയുള്ള മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഈ ഹോം സ്റ്റേയിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്താൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അവർ ഹോം സ്റ്റേകളിൽ ഹോട്ടലായിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. അവർ ഹോം മെയ്ഡ് ഫുഡ്സാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഫുഡ് ഇവിടെ നേരത്തെ നമ്മൾ ഓർഡർ ചെയ്താൽ വളരെ ഇവിടെ താമസിക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് മൂന്നാർ താമസിച്ചിട്ടാണെങ്കിലും നമുക്ക് വണ്ടിയിൽ ഇവിടെ വന്ന് കണ്ടിട്ട് പോകാം. ഒരു ദിവസം ഈ ഭാഗത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അതിനുള്ള നല്ല മഴക്കാലത്ത് വരുന്നതാണ് ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ നമുക്ക് നല്ലത്. അതേസമയം നമ്മളൊരു പൂജയുടെ ഒക്കെ സമയത്ത് വന്നാലാണ് ഓറഞ്ച് എല്ലാം പഴുത്തൊക്കെ നിൽക്കുന്ന സമയമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഭ്രമരം പോയിന്റും മറ്റ് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.